കാവും അളവും ചേർന്നതാണ് കാവാലം എന്നാണ് അച്ഛൻ പറയുന്നത്. നമ്മുടെ മുമ്പിലൂടെ ഒഴുകിയിരുന്ന ഒരു ആറുണ്ട്. അതിനെ പൂക്കൈതയാറെന്നാണ് അറിയപ്പെടുന്നത്. പൂക്കൈതയാറ് അവളൊരായിരം കഥ പറഞ്ഞു. കാവാലം ശ്രീകുമാർ ലളിതസുന്ദരമായ ആലാപനത്തിലൂടെ മലയാളത്തിന്റെ മനം കവർന്ന ഗായകൻ. ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും സിനിമാ ഗാനരംഗത്തും നാടൻ പാട്ടുകളുടെ അവതരണത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരൻ. തന്റെ ജീവിതകഥ പറയുകയാണ് കാവാലം ശ്രീകുമാർ. നെടുമുടി വേണുചേട്ടനും ഫാസിലും ഒക്കെ വന്നു ചേരുന്നത്. അപ്പോൾ ഇവരെ കണ്ടെത്തുന്നത് അച്ഛൻ അവിടെ ആലപ്പുഴയിൽ തത്തമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അവരുടെ ഒരു നാടകത്തിനൊരു കോമ്പറ്റീഷന് അതിൻ്റെ ഫൈനലിൽ പ്രൈസ്, ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ട് അച്ഛൻ അതിന് അവർക്ക് സമ്മാനദാനത്തിനായിട്ട് അച്ഛൻ ചെല്ലുകയാണ്. അപ്പോൾ അവരെ കണ്ടപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞു, കൂടുന്നോ, എൻ്റെ നാടക സംഘം ഞങ്ങൾ തുടങ്ങുകയാണ്, നിങ്ങൾ കൂടുന്നോ. നാടകാചാര്യനും കവിയും ഗാനരചയിതാവുമായിരുന്ന അച്ഛൻ കാവാലം നാരായണ പണിക്കരുടെ കളരി. അച്ഛന് ആ ഓരോ സന്ദർഭത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഓരോ സീനിനനുസരിച്ചുള്ള പാട്ടുകൾ എഴുതി കൊടുക്കുക. ദക്ഷിണാമൂർത്തി സ്വാമി അത് മേടിച്ചിട്ട് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ഒരു സ്പൂൾ റെക്കോർഡറിൽ അത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒരു 4 hours ബാലെ പിറ്റേ ദിവസം വെളുപ്പിനാകുമ്പോഴത്തേക്കും തീർന്നിരിക്കും. കുട്ടനാട്ടിലെ ബാല്യകാലം. ഒരു കിണറുണ്ട്. ആ കിണറിലെ കുറുക്കേ ഒരു പലക ഇട്ടിട്ടുണ്ട്. മൂടിയിട്ടൊന്നുമില്ല, കിണർ വേറെ ഒന്നുമില്ല. ആ കിണറിൻ്റെ ആ നടുക്കുള്ള പാലത്തിലൂടെ കയറി ഇറങ്ങി അപ്പുറത്തെത്താണ്. അവിസ്മരണീയമായ അനുഭവങ്ങൾ. മരണം ആഘോഷമാക്കണം എന്ന് അച്ഛൻ പറഞ്ഞിരുന്നുകൊണ്ട് വേണുചേട്ടൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം അച്ഛൻ്റെ നാടകത്തിലെ പാട്ടുകളും അച്ഛന് ഇഷ്ടമുള്ള പാട്ടുകളും ഒക്കെ പാടി ആണ് ഞങ്ങൾ ആ മരണത്തെ വരവേറ്റത്. കാവാലം ശ്രീകുമാറിന്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്തെ പറ്റി, അച്ഛൻ്റെ കുട്ടിക്കാലം കാവാലത്തായിരുന്നു, പൂർണ്ണമായും കാവാലത്തായിരുന്നു. അപ്പം അച്ഛൻ്റെ അമ്മ, അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മാവന്മാർ, ഇങ്ങനെയൊക്കെ ഉൾപ്പെട്ട ഒരു വലിയൊരു കുടുംബമായിരുന്നു ചാലയിൽ തറവാട്. അപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിൽ അച്ഛനെ പറ്റി അതായത് അച്ഛൻ്റെ അമ്മ ഞങ്ങളോട് പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വീട്ടിൽ കാണാൻ കിട്ടാറില്ല. അപ്പോൾ അച്ഛൻ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി ഒരു പക്ഷേ കഴിക്കാൻ എത്തിയെങ്കിലായി. എല്ലാ സ്ഥലങ്ങളിലും അവിടുത്തെ കുടിലുകളിലും അവിടുത്തെ കലാകാരന്മാരുടെ, അവിടുത്തെ നെയ്ത്തുകാരുടെ, അവിടുത്തെ എന്താ പറയണ്ട അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാരുടെ എല്ലാം വീടുകളിൽ കയറി ഇറങ്ങി അവരുടെ പാട്ടുകളും താളങ്ങളും ഒക്കെ അവരോടൊപ്പം ഇരുന്ന് പാടി അത് എന്താ പറയുക ഒപ്പിയെടുത്ത് അത് മനസ്സിലിങ്ങനെ ആവാഹിച്ച് ഓരോ ദിവസവും അവിടുത്തെ അച്ഛൻ്റെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അവന് ഊരുതണ്ടി രാത്രി എപ്പോഴെങ്കിലും വരും എന്നാണ് എൻ്റെ അമ്മൂമ്മ പറയാറുള്ളത്. അപ്പോൾ അത് ആ കലയോടുള്ള ആ അഭിനിവേശം, ഈ നാടകമൊക്കെ പിൽക്കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം നാടകം സ്വന്തമായി തുടങ്ങുന്നതിന് മുമ്പേ ഇതിനുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരുക്കങ്ങളായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം അതൊക്കെ തന്നെയാണ് പിൽക്കാലത്തെ നാടകങ്ങളിലും അച്ഛൻ്റെ ഗാനങ്ങളിലും എല്ലാത്തിലും അച്ഛൻ സന്നിവേശിപ്പിച്ചിരുന്ന ഈ സങ്കല്പങ്ങളും ഈ താളങ്ങളും അവിടുന്ന് കിട്ടിയ ചില എന്താ പറയണ്ട ചില നാടൻ പ്രയോഗങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ അച്ഛൻ്റെ അമ്മാവൻ മറ്റോ മരിച്ചിട്ട് പെലയുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ പെല. അപ്പോൾ മുടിയൊന്നും വെട്ടാതെ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഇട്ടിട്ട് അപ്പോൾ ആ ഇടയ്ക്കാണ് ഒരു നാടകം സ്കൂളിൽ അരങ്ങേറിയത്. അപ്പോൾ അതിൽ പെൺവേഷമായിരുന്നു അച്ഛന്. അപ്പം അങ്ങനെ നാടകമായിട്ടൊരു ബന്ധം അങ്ങനെയാണ് തുടങ്ങുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പെൺവേഷം കെട്ടിയ ആ ഒരു സംഭവം. അപ്പം അങ്ങനെ നാട്ടിലെ ഈ സംസ്കാരമെല്ലാം മനസ്സിലാവാഹിച്ചിട്ടാണ് പിൽക്കാലത്ത് നമ്മൾ എല്ലാവരും അച്ഛൻ്റെ കല്യാണത്തിന് ശേഷം ആലപ്പുഴയിലേക്ക് ചേക്കേറുന്നത്. അപ്പോൾ അവിടെ നിന്ന്
ഉള്ള തുടക്കത്തിൽ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ളത് അച്ഛൻ അതിന് മുമ്പ് 1-2 പിന്നെ വീടുകളൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഓർമ്മ നിൽക്കുന്നത് നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള TD സ്കൂൾ, അതായത് തിരുമല ദേവസ്വം സ്കൂള് എന്ന് പറയുന്ന അതിൻ്റെ LP സ്കൂളുണ്ട്, അതിൻ്റെ ഹൈസ്കൂളുണ്ട്. അപ്പോൾ അതിന് നേരെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് ഞങ്ങൾ ഒരു വീട് മേടിച്ച് അവിടെ താമസം തുടങ്ങിയത്. അവിടുന്ന് നേരെ ഒരു റോഡ് ക്രോസ് ചെയ്താൽ എൻ്റെ സ്കൂളിലേക്കുള്ള ഇതായി. അപ്പോൾ അത് ആ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ 10th വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ കുറേയധികം ഓർമ്മകളുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ 5 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങിയ സംഗീതം, അന്നൊക്കെ എൻ്റെ അധ്യാപകൻ, അതായത് ശിവശങ്കര പണിക്കർ സാർ എന്നുള്ള എൻ്റെ ഓർമ്മയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ശിവശങ്കര പണിക്കർ സാർ എന്ന അമ്പലപ്പുഴ സഹോദരന്മാരുണ്ട്, അതായത് നാസര വിദ്വാൻമാർ, അവരുടെ ശിഷ്യനായിരുന്ന ശിവശങ്കര പണിക്കർ സാർ, അദ്ദേഹമാണ് വീട്ടിൽ വന്ന് തലേദിവസം വന്നിട്ട് വെളുപ്പിനെ എണീറ്റ് എന്നെ പഠിപ്പിക്കും. അപ്പോൾ അതിനൊക്കെ എൻ്റെ അമ്മ ശാരദാമണി അതിനു വേണ്ടി എടുത്ത ഒരു ശ്രമം, എന്നെ വിളിച്ച് എണീപ്പിക്കുക, ഇത് പാട്ട് പാടാനായിട്ട് ഇങ്ങനെ അഭ്യസിക്കാനായിട്ട് ഇരുത്തുക, അങ്ങനെ അമ്മയുടെ നിർബന്ധത്തിൽ തുടങ്ങിയ ഒരു സംഗീത പഠനമാണ്. എൻ്റെ ഉള്ളിലെ വാസന കണ്ടെത്താൻ സഹായിച്ചത് അമ്മയാണ്. ഞാൻ പലപ്പോഴും ഈ കാലത്തെ ഇതിനെപ്പറ്റി ഓർക്കും. പിള്ളേരുടെ ഒരു എന്താ പറയുക, അച്ഛനമ്മമാർ വേണം ഇത് സ്പോട്ട് ചെയ്ത് അവരുടെ ടാലൻറ്റ് ഏതിലാണ് എന്ന് സ്പോട്ട് ചെയ്ത് അതിനു വേണ്ടി വിടാനായിട്ട്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ പാട്ട് എപ്പോഴോ മൂളുന്നത് കേട്ടിട്ട് അതിലാണ് താല്പര്യം, അല്ലെങ്കിൽ അതിലാണ് എൻ്റെ ടേസ്റ്റ് എന്ന് മനസ്സിലാക്കി അതിലൂടെ അതിനു വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. അമ്മയുടെ ഒരു ശ്രമം എക്കാലവും നമുക്കറിയാം. അമ്മമാരാണ് ഇതിൻ്റെ പുറകിൽ ഓടി നടന്ന് കൂടെ നടന്ന് പലയിടത്തും പോയി ഒക്കെ. പക്ഷേ എൻ്റെ അമ്മ രാവിലെ എന്നെ എണീപ്പിച്ച് ഇതിനു വേണ്ടി ശ്രമപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആലപ്പുഴയിലെ ഈ അധ്യാപകർ പിന്നെ എന്താ പറയണ്ട, നമുക്കൊരു ബേസിക് പഠനത്തിനുള്ള സാഹചര്യമേ അവിടെ ഉണ്ടാവുള്ളൂ. അത്ര അങ്ങനത്തെ ഒരു വലിയൊരു ഇതല്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പാപ്പാസ്വാമി എന്ന് പറഞ്ഞ, അതായത് SD കോളേജിൻ്റെ സ്ഥാപകനായ പാപ്പാസ്വാമിയുടെ കാലഘട്ടത്തിലൊക്കെ അവിടെ പണ്ടുള്ള സ്റ്റാൾവാർഡ്സ് ആയിട്ടുള്ള പിന്നെ ഒത്തിരി ക്ലാസിക്കൽ സംഗീതജ്ഞർ അവിടെ വന്ന് താമസിച്ച് 4-5 ദിവസത്തെ ഫെസ്റ്റിവലിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടാടിയിട്ടുള്ള ചരിത്രമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ അതിനുശേഷം അങ്ങനെ അവിടെ പഠിപ്പിക്കാനായിട്ട് വളരെ കുറച്ച് നല്ല ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലൊരു ഏറ്റവും എന്താ പറയുക, തുടങ്ങാൻ പറ്റിയ ഒരു സംഗീതജ്ഞനായിരുന്നു എൻ്റെ ശിവശങ്കര പണിക്കർ സാർ. അതുപോലെ അതിനു മുമ്പ് അച്ഛനെ ഫ്ലൂട്ട് പഠിപ്പിച്ചിരുന്ന ഒരു രാമചന്ദ്ര ഭാഗവതരുണ്ട്. അവരൊക്കെ എൻ്റെ ജീവിതത്തിലും അവരൊക്കെ എന്നെ പഠിപ്പിക്കാനായിട്ട് ആദ്യകാലത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലും ക്ലാസിക്കലിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അന്നൊക്കെ ഈ ലളിതഗാനം പിന്നെ വീട്ടിലും അങ്ങനെ അധികം കേൾക്കാറില്ല. പക്ഷെ അന്നത്തെ കാലത്ത് എനിക്ക് പിന്നീട് പ്രിയപ്പെട്ടതായി മാറിയ ഡോക്ടർ ബാലമുരളി കൃഷ്ണയും MD രാമനാഥനുമൊക്കെ ഞങ്ങളുടെ വീട്ടിലിങ്ങനെ നിരന്തരം കേൾക്കുമായിരുന്നു. അച്ഛന് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അതിലൂടെയാണ് എൻ്റെ സംഗീത എന്താ പറയുക ആ ഒരു താല്പര്യം വളർത്തിയെടുത്തത്. ഒരുപക്ഷെ അതിലൂടെ തന്നെയാണ് ക്ലാസിക്കൽ അവിടുത്തെ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിൽ പലപ്പോഴും സമ്മാനങ്ങൾ മേടിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ നമുക്കതൊരു എന്താ പറയുക ആ സ്കൂളിലെ ഒരു സ്പോട്ട് ലൈറ്റായി മാറുകയാണ്. നമ്മുടെ ഒരു നോട്ടപ്പള്ളിയായി മാറും. അപ്പം സംഗീതത്തിന് അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് നമുക്ക് പിൽക്കാലത്ത് മനസ്സിലായി. പക്ഷേ ആ സമയത്ത് നമുക്കിതൊന്നും അറിയില്ല. നമുക്കത് കിട്ടുമ്പോൾ നമ്മളെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. നമുക്കെന്തോ അപ്പോൾ അവിടെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എന്താ പറയുക ടീച്ചറുണ്ടായിരുന്നു, ജാനകി ടീച്ചർ. അവരിപ്പോഴും ഉണ്ട്. 92 വയസ്സായി. അത് ഞാനിപ്പോഴും ആലപ്പുഴയിൽ പോകുമ്പോൾ കാണാറുണ്ട്. വയസ്സ് എനിക്കറിയില്ല, ഞാൻ ഊഹം പറഞ്ഞാണ് 92, മേ ബി 80s. പക്ഷേ സംഗീതത്തിൽ വളരെ 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 എന്താണ്
ഒരു അഭിനിവേശമുള്ള ഒരു ടീച്ചറായിരുന്നു. ഞാൻ പഠിക്കാൻ അത്ര ക്യാമറൊന്നുമല്ലായിരുന്നു. അപ്പോൾ ആ ടീച്ചറിൻ്റെ തല്ലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് ഈ സംഗീതത്തിലൂടെയാണ്. ആ ടീച്ചർ ആ ടീച്ചറിൻ്റെ പീരീഡ് തുടങ്ങുന്നതിനെ എന്നെക്കൊണ്ടൊന്ന് പാടിച്ചിട്ടാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ്. പക്ഷെ അത് പുറമേ ഈ ഒരു എന്താണ് സംഗീതത്തിലോടുള്ള സ്നേഹമൊന്നും വെളിയിൽ കാണിക്കില്ല. അപ്പോൾ എനിക്കന്ന് അറിയാവുന്നതാണ് ആകപ്പാടെ ഒരു 2-3 പാട്ടുകളാണ് ഈ സിനിമാ ഗാനങ്ങൾ. അക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാവശ്യം ദക്ഷിണാമൂർത്തി സ്വാമി വന്നിരുന്നു. അത് ഓരോ വർഷവും അദ്ദേഹം അച്ഛനുമായിട്ട് ചേർന്നിട്ട് അക്കാലത്ത് ഈ അമ്പലപ്പറമ്പുകളിൽ ബാലേസ് വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു തീമിൽ അയ്യപ്പനോ അല്ലെങ്കിൽ രാമനോ ഈ തീമിലൊക്കെ ബാലേസ് എഴുതാനായിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കും. ഒരൊറ്റ രാത്രിയാണ് ഒരുമിച്ചിരിക്കുന്നത്. അദ്ദേഹം ദക്ഷിണാമൂർത്തി സ്വാമി പിന്നെ ചെന്നൈയിൽ നിന്ന് രാവിലെ എത്തും, വൈകിട്ടായാൽ അവരൊരുമിച്ചിരിക്കുക. അച്ഛന് ആ ഓരോ സന്ദർഭത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ആ ഓരോ സന്ദർഭത്തിന് ഓരോ സീനിനനുസരിച്ചുള്ള പാട്ടുകൾ എഴുതി കൊടുക്കുക. ദക്ഷിണാമൂർത്തി സ്വാമി അത് മേടിച്ചിട്ട് ഉടനെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ഒരു സ്പൂൾ റെക്കോർഡറിൽ അത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഒരു 4 hours ബാലെ ഒരു അന്ന് വെളുപ്പിനെ പിറ്റേ ദിവസം വെളുപ്പിനെ ആകുമ്പോഴത്തേക്കും തീർന്നിരിക്കും. അപ്പോൾ ഈ ഒരു പ്രക്രിയ ഈ ഈണമിടുക എന്നത് എൻ്റെ മനസ്സിൽ എപ്പോഴും അറിയാതെ എൻ്റെ മനസ്സിൽ തറച്ചു നിന്നിരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ്, വേറൊരു സ്ഥലത്ത് പോയിട്ടിരുന്നിട്ടാണ് ഈ റെക്കോർഡിങ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ അന്ന് വീട്ടിൽ ആദ്യം വരികയും അപ്പോൾ അച്ഛനൊരു പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യാനായിട്ടൊരു സാധനം എടുത്തു കൊടുത്തു. ഇതൊന്ന് പാടിത്തരാമോ? അപ്പോൾ ഒരു ഹരിനാമകീർത്തനം എടുത്തു കൊടുത്തു. അത്രയും 70-ൽ പരം ശ്ലോകങ്ങൾ ഒറ്റ ഇരിപ്പിന് ഇത് നോക്കിയിട്ട് ഒരു കമ്പോസിങ് ആണ്, പാട്ടാണ്, പാടിയങ്ങ് വെക്കുകയാണ് ഒറ്റ സ്ട്രെച്ചിന്. ഇത് എൻ്റെ മനസ്സിൽ ഭയങ്കര എന്താ പറയണ്ടേ, ഇത് എങ്ങനെ ഒരു സംഗീതത്തിന് സാധിക്കുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും ഞാൻ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സംഗീതക്കാരന് കിട്ടുന്നത് എവിടെ നിന്നാണ്, എന്താണ് അതിൻ്റെ സംഭവം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധനയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വൈക്കത്ത് അവിടെ അമ്പലത്തിന് മുമ്പിൽ ഇരുന്ന് സാധകം ചെയ്യുക, അവിടെ നിന്ന് വൈക്കത്തിൻ്റെ പേര് നോക്കി ഒറ്റക്കാലിൽ ഇങ്ങനെ നിന്ന് മണിക്കൂറുകൾ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക, തപസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അക്കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയണ്ട ഒരു സംഗീതത്തോടുള്ള അർപ്പണം, ഡെഡിക്കേഷൻ, ഇതൊക്കെ നമ്മൾ അന്നൊന്നും ആലോചിക്കുന്നില്ല. പിന്നീട് ആലോചിക്കുമ്പോഴാണ് ഇത് എങ്ങനെ ഒരു സംഗീതജ്ഞനെ ഈ ഒരു സിദ്ധി. അപ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട്. ഈ മ്യൂസിക് ചെയ്യാൻ വരുന്ന പ്രൊഡ്യൂസേഴ്സ്, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ വരുന്ന സംഗീത സംവിധായകരോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ, ഇവരുടെയൊക്കെ എന്താ പറയുക ആൾക്കാർ, പിന്നെ വലിയ ആൾക്കാർ ലിറിസിസ്റ്റ് പാട്ട് എഴുതി അതിങ്ങനെ നോക്കിയിട്ട് ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അദ്ദേഹം ഒരു ഈണം കേൾപ്പിക്കുന്നത്. അപ്പോൾ അത് പിടിച്ചില്ലെങ്കിൽ സ്വാമി ഇത് പോരാ, അടുത്തത് എന്നാൽ അടുത്തത് പിടിച്ചോ, അങ്ങനെ 10-12 ഈണങ്ങൾ ഇങ്ങനെ ടപടപാന്ന് വന്നുകൊണ്ടിരിക്കും. പക്ഷേ സ്വാമി എന്താ പറയുക, ആദ്യം ഇട്ട ഈണത്തിലേക്ക് തിരിച്ച് എല്ലാവരും അവിടെ വരും. സ്വാമി ഇത് ആദ്യം ഇട്ട ഈണമാണ് നല്ലത് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക, ഇതൊരു പാഠമാണ്. കാരണം നമ്മൾ ഒരു സംഗീതജ്ഞന് ഈ ലിറിക്സ് കാണുമ്പോൾ ആദ്യം വരുന്ന ഈണമാണ് അതിന് ആപ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാനത് പിൽക്കാലത്ത് എനിക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ സംഗീതത്തെ കൊടുക്കുന്നത് ഇതൊരു ഈസിയായ കാര്യമാണ് എന്നും ആൾക്കാർക്ക് തോന്നരുത്. അതിനുവേണ്ടി ആൾക്കാർ സ്വാമിയോട് ഒരിക്കൽ പിന്നെ പറഞ്ഞു, സ്വാമി ഇത് നമുക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണെന്നുള്ള ഈ പ്രൊഡ്യൂസർ അറിയരുത്. അപ്പോൾ അതൊരു ഒന്ന് വളരെ അതിനൊരു ശ്രമപ്പെട്ട കാര്യമാണെന്ന് തോന്നിപ്പിക്കണം. അപ്പോൾ പിന്നീട് സ്വാമി ഇത് നോക്കിയിട്ട് അത് ഞാൻ വീട്ടിൽ പോയി നോക്കിയിട്ട് കുറച്ച് പ്രയാസമാണ് എന്ന് പറഞ്ഞ് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ജുബ്ബയുടെ പോക്കറ്റിലിടും. പിറ്റേ ദിവസം ആ ജുബ്ബ ആ പോക്കറ്റിൽ അതേ പാട്ട് കിടപ്പുണ്ടായിരിക്കും. ആ ജുബ്ബ എടുത്തിട്ട് വന്നിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്, വളരെ ശ്രമപ്പെട്ട് ഞാൻ ഒരു ഈണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പാടി കേൾപ്പിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഇതൊരു കരതലാമലകമാണ്. അതൊക്കെ എന്നെ മനസ്സിലിങ്ങനെ വളരെ രൂഢമൂലമായി കിടക്കായിരുന്നു കുട്ടിക്കാലം മുതൽ. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞാൻ 9th സ്റ്റാൻഡേർഡിൽ മേ ബി 71 or 72 ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പിന്നെ അവിടെ ഒരു സ്കൂളുണ്ട്, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അവിടെയാണ് അപ്രാവശ്യം നടന്നത്. ലിയോ 13th സ്കൂൾ എന്ന് പറയും, അവിടെ വെച്ചിട്ടാണ് നടന്നത്. അപ്പം അതിന് ജഡ്ജ് ചെയ്യാൻ ഞാൻ പങ്കെടുത്ത ക്ലാസിക്കൽ മ്യൂസിക് കോമ്പറ്റീഷന് ജഡ്ജ് ചെയ്യാൻ വന്നിരുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർത്തല ഗോപാലൻ നായർ സാറ്, MG രാധാകൃഷ്ണൻ, ഇങ്ങനെ 3 പേരുമാണ് അന്ന് വന്നിരുന്നത്. ഞാൻ ഇപ്പോൾ ആലോചിക്കാറുണ്ട് അന്നത്തെ കാലത്തെ ജഡ്ജസും ഇപ്പോഴുണ്ടാകുന്ന ആ ഒരു മാറ്റം. അന്ന് വളരെ 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 പ്രഗത്ഭരാണെന്ന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലൊക്കെ ജഡ്ജ് ചെയ്യാൻ വന്നിരുന്നത്. അപ്പോൾ അന്ന് കിട്ടിയത് എന്നേക്കാൾ സീനിയറായ, ഒരു വർഷം സീനിയറായ 10th പഠിക്കുന്ന മാവേലിക്കര P. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു പാരമ്പര്യത്തിൽ രാമനാഥൻ സാറിൻ്റെ അനന്തരവനൊക്കെയാണ്. അദ്ദേഹത്തിനാണ് അന്ന് കിട്ടിയത്. എനിക്ക് 2nd പ്രൈസും കിട്ടി. ദക്ഷിണാമൂർത്തി സ്വാമി ഒരിക്കൽ ഒരു സമയത്ത് നമ്മളെ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് ആ സമയത്ത് ഇറങ്ങിയ ഒരു സിനിമാ ഗാനം, അതായത് ജയേട്ടൻ പാടിയ, P. ജയചന്ദ്രൻ പാടിയ ഹർഷബാഷ്പം. അത് എന്നെ വീട്ടിലിരുന്ന് ഒരു പാട്ട് പഠിപ്പിക്കണമെന്ന് അമ്മ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പം ഇരുന്ന് പഠിപ്പിച്ചു. അപ്പോൾ അതിനകത്ത് ഞാൻ അന്ന് കുട്ടിക്കാലത്ത് ഈ ക്ലാസിക്കൽ മാത്രമേ വേണ്ടി ഇത്തരം അത് സ്വാമിയുടെ ഫുള്ളി ഹൈലി ക്ലാസിക്കലാണ്, അത് സ്വാമിയുടെ കോമ്പസിഷൻസ് പലതും. പക്ഷേ ഇതിലത്തെ ഈ മയങ്ങിടുമ്പോൾ എന്ന് പറയുന്ന ഒരു ഭാഗം വന്നപ്പോൾ രസകരമായിരുന്നത്. എനിക്കത് വരില്ല. മയങ്ങിടുമ്പോൾ, അപ്പോൾ ആ മയങ്ങിടുമ്പോൾ ആ ഒരു ഭാഗത്തെ സംഗതി എനിക്ക് വരില്ല. അപ്പോൾ സ്വാമി ഈ എന്താ പറയുക, വീണ്ടും വീണ്ടും ഈ ചില ഗ്രൂവിലിങ്ങനെ ഇട്ട് കറങ്ങുന്ന മാതിരി ഡുംബോൾ ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ സ്വാമിയിലെ അധ്യാപകൻ എന്താ പറഞ്ഞു, സ്വാമി ഇവിടെ പിൽക്കാലത്ത് അവിടെ വന്ന് ജയശ്രീ എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ അവിടെ എല്ലാ വർഷവും വരുമായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ഇപ്പോൾ ഒരാൾക്കൊരു എന്താ പറയണ്ട, ഒരു പ്രത്യേക ഒരു ഭാവം അല്ലെങ്കിൽ ഒരു സംഗതി വരുന്നില്ല എങ്കിൽ അതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പാടിച്ച് മൈക്രോ എന്താ പറയുക ലെവലിൽ ആ സംഗതി നമ്മളെ കൊണ്ട് വരുത്തിക്കും. ഇതാണ് ഒരു അധ്യാപകൻ്റെ എന്താ പറയുക കഴിവെന്ന് പറഞ്ഞു. അത് ദക്ഷിണാമൂർത്തി സ്വാമി അന്ന് പഠിപ്പിച്ച അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് ഞാൻ സ്കൂളിൽ ഈ പറയുന്ന ജാനി ടീച്ചറൊക്കെ എന്നെ ഓരോ പീരീഡിലും പാടിപ്പിക്കുമ്പോഴും എനിക്ക് ഓർമ്മയുള്ള ഈ പാട്ടുകളൊക്കെയാണ്. അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ് ദക്ഷിണാമൂർത്തി സ്വാമി പഠിപ്പിച്ചതും. അല്ലാതെ ഞാനത് പഠിക്കാൻ ഞാൻ നോർമലി മെനക്കെടാറില്ല. നോർമലി എൻ്റെ പഠിത്തമൊക്കെ ഈ ക്ലാസിക്കൽ മ്യൂസിക്കിലാണ് കൂടുതലും നടക്കുക. മറ്റേതൊക്കെ ഒരു പാസീവ് എന്താണ് അങ്ങനെ ഒരു ബാക്കിലുള്ള ലിസണിങ് മാത്രമേ ഉള്ളൂ. വീട്ടിലങ്ങനെ കേൾക്കാനുള്ള സാഹചര്യം, കാരണം രണ്ടുപേരും ഈ ശുദ്ധ സംഗീതത്തിൻ്റെ അവർ ഇഷ്ടപ്പെട്ടിരുന്ന 2 വ്യക്തികളാണ് അച്ഛനും അമ്മയും. അച്ഛനും അമ്മയും ഒരിക്കൽ ഈ ആലായാൽ തറ വേണം എന്നുള്ളൊരു പാട്ട്, പഴയ പാട്ട്, അച്ഛൻ്റെ പാട്ടല്ല അത്, അച്ഛൻ കണ്ടെടുത്ത ഒരു നാടൻ പാട്ടാണ്. അത് ഒളപ്പമണ്ണ ഇല്ലത്തെ ഒരു അന്തർജനം മേ ബി 100 years ബിഫോർ എഴുതിയ ഒരു പാട്ടാണെന്നാണ് ഞാൻ പിൽക്കാലത്ത് മനസ്സിലാക്കിയത്. അത് അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് ഇത് ആലപിച്ച്, അതായത് ഒരു സ്പൂൾ റെക്കോർഡർ, അന്നൊക്കെ നമുക്ക് ഗ്രണ്ടിങ്ങിൻ്റെ സ്പൂൾ റെക്കോർഡറാണ്, അതിൽ ആലപിച്ച ഒരു സാധനം ഇപ്പോഴും എൻ്റെ കയ്യിൽ, അത് പിന്നീട് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് ആലോചിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പിൽക്കാലത്ത് കാവാലം കവിതകൾ എന്നൊരു കാസറ്റ്, അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് ഒരു 80കളിലൊക്കെ ആദ്യം അച്ഛൻ്റെ പാട്ടുകൾ എല്ലാം ക്രോഡീകരിച്ച് കൂട്ടത്തിൽ ആ കാസറ്റിൽ ഞാൻ തന്നെ ഇറക്കിയ ഒരു കാസറ്റ്, അതിൽ ഈ ആലായാൽ തറ എന്ന പാട്ടിനോടൊപ്പം ഇതൊരു പഴയ പാട്ടാണ് എന്ന് മാത്രം
എഴുതിയിരുന്നു. പക്ഷേ അച്ഛൻ്റെ മറ്റേ ഈ ചകൃത ചക്കിച്ച എന്ന് പറയുന്നൊരു വേലൻ വേലു, അതുപോലെ മാനത്തേ മച്ചോളന്തലയെടുത്ത് കുമ്മാട്ടിയിലെ പാട്ട്, ഓടി ഓടിക്കളി ആനന്ദക്കുട്ടികളോ ഇന്ത തകർത്ത മുല്ലേ, ഇത് പിന്നെ വടക്കത്തീ പെണ്ണാളേ, ഇതെല്ലാം ചേർത്തിട്ടാണ് ആ കാസറ്റിൽ ഉണ്ടായിരുന്നത്. അതിപ്പോഴും ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പലർക്കും ഈ അലായാലും ഒക്കെ, അതുപോലെ കറുകറ കാറുമുക്കിൽ കൊമ്പനാനപ്പുറത്തേറി എഴുന്നള്ളും മൂർത്തേ, ഈ പാട്ടുകളൊക്കെ ഇപ്പോഴും ആൾക്കാർ കേൾക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പം വീണ്ടും ആലപ്പുഴയിലേക്ക് പോയാൽ, ആലപ്പുഴയിൽ ഒരു പ്രാവശ്യം ഞാനും അച്ഛനും പിന്നെ മറ്റു 2 സുഹൃത്തുക്കളും ചേർന്ന്, ഞാൻ SSLC പാസ്സായി നിൽക്കുന്ന ആ ഒരു വെക്കേഷൻ കാലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞങ്ങൾ ഒരു മൂകാംബിക യാത്ര നടത്തി. അപ്പം കലാകാരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് മൂകാംബിക. അപ്പോൾ അവിടെ എത്തിപ്പെടാനായിട്ട് വളരെ ശ്രമമാണ്. അക്കാലത്ത് ആ സമയത്ത് എറണാകുളത്ത് പിന്നെ വന്നിട്ട് ഐലൻഡ്, അവിടെയാണ് അതിൻ്റെ യാത്ര തുടങ്ങുന്നത്. ഇന്നത്തെ പോലെ സൗത്ത് നോർത്ത് മാത്രമല്ല, ഐലൻഡിൽ നിന്ന് തുടങ്ങുമായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഇത് കയറി അവിടെ എത്തി. ഒരു ഒരു 3-4 ദിവസം അവിടെ താമസിച്ച് എൻ്റെ സംഗീത സംവിധാന ഒരു രുചി അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ടേസ്റ്റ് അറിഞ്ഞത് അല്ലെങ്കിൽ തുടക്കം കുറിച്ചത് മൂകാംബിക സന്നിധിയിൽ നിന്നാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ സജഷൻ ഇട്ടു, അച്ഛൻ എന്തെങ്കിലും എഴുതിയാൽ നമുക്ക് ഈ സന്നിധി വെച്ചൊന്ന് ഈണമിടാം എന്ന് പറഞ്ഞ്. അപ്പോൾ അക്കാലത്ത് നമുക്ക് ഈ ഉള്ളിൽ നിന്ന് സംഗീതം എങ്ങനെയാണ് വരേണ്ടത് ഒന്നും നമുക്കറിയില്ല. ഈ ക്രിയേറ്റിവിറ്റി എന്നൊരു സാധനം എവിടെ തുടങ്ങുന്നു ഒന്നും അറിയില്ലല്ലോ, ഇന്നും അറിയില്ല, സംഭവിക്കുകയാണ്. പക്ഷെ അന്ന് ഒരു മുള പൊട്ടി വെളിയിലോട്ട് വരണമല്ലോ, അതിന് ചില രീതികൾ ഉണ്ടെങ്കിൽ എളുപ്പമാണ് തുടക്കം. അപ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞത്, നമുക്ക് ഈ ഭോഗീന്ദ്രശായിനം പുരുകുശലദായിനം പുരുഷം ശാശ്വതം എന്ന് പറയുന്ന സ്വാതി തിരുനാളിൻ്റെ ഒരു കീർത്തനമുണ്ട്. കുന്തളവരാളി എന്നാണ് രാഗം. അപ്പോൾ അതിൻ്റെ ഒരു വർണ്ണമട്ട്, ആ ഒരു മട്ടിൽ, ആ താളത്തിൽ നമുക്കൊന്ന് ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഹ്രീം മന്ത്രകണികേ മന്ത്രകണികേ ഹ്രീം മന്ത്രകണികേ മന്ത്രകണികേ കണികേ എന്ന് പറയുന്നൊരു പാട്ട് എഴുതി തുടങ്ങി. അപ്പോൾ അന്നൊക്കെ ഞാൻ എൻ്റെ ഒരു കമ്പോസിങ്ങിൻ്റെ ഒരു ഒരു ടോട്ടൽ ഇതുവരെ ഉള്ള എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ആ ഫേസിൽ വേറൊരു ഫേസായിരുന്നു. അങ്ങനെ ഞാൻ വലിയൊരു അറിയപ്പെടുന്ന കമ്പോസറൊന്നുമല്ല, പക്ഷേ എൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത്. ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇതുപോലെ അച്ഛൻ ഒരു പല്ലവി എഴുതിത്തരും, ഞാനത് എന്നാൽ കഴിയുന്ന വിധം അതിങ്ങനെ പാടി 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 ഉറപ്പിക്കും, എന്നിട്ട് അനുപല്ലവി അടുത്ത സ്റ്റാൻസ് എഴുതുള്ളൂ. അങ്ങനെ ആ സന്നിധിയിൽ ഇരുന്നിട്ട് എഴുതിയ ഒരു 4-5 പാട്ടുകളുണ്ട്. അത് ഏത് ഉറക്കളത്തിൽ വിളിച്ചാലും എനിക്ക് ഓർമ്മയുള്ള പാട്ടുകളാണ്. അതുപോലെ ഒരിക്കൽ ആ സമയത്ത് തന്നെ സംഗീത രസിക്ക് മൂകാംബിക്ക് എന്ന് പറഞ്ഞ പാട്ടും കൂടി എഴുതി. അതുകൂടാതെ ഏകമയം നീലാംബരി എന്ന രാഗം, അതൊരു ഉറക്കാൻ ഉപയോഗിക്കുന്ന ഒരു രാഗമാണ്. ഏകമയം ഏകാന്ത സുന്ദരം തായേ നിൻ ത്രിമധുരം. ഇതൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്താ പറയണ്ട അന്നൊക്കെ പിൽക്കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആണെങ്കിലും പലയിടത്തും ചില ഒത്തുചേരലുകളുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് വലയങ്ങളിലൊക്കെ. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ ഇത്തരം പാട്ടുകളാണ് ഇങ്ങനെ കണ്ണു വളച്ചിരുന്ന് ആസ്വദിച്ച് പാടുക. അപ്പം അങ്ങനെ ചില വേദികൾ ഞാൻ ഇപ്പോഴും ചെറിഷ് ചെയ്യുന്ന വേദികളാണ്. വളരെ സ്വകാര്യമായ, ഞാൻ ഇടയ്ക്ക് എറണാകുളത്ത് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ വരുമ്പം അവിടുത്തെ അദ്ദേഹം പിന്നെ അഡ്വക്കേറ്റായിരുന്നു, അവരുടെ കൂടെയുള്ള ചില
കൂട്ടായ്മകളിലൊക്കെ ഈ പാട്ടുകൾ ഞാൻ പാടും. അപ്പം അങ്ങനെ പാടി രസിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ സാധകവും എൻ്റെ എന്താ പറഞ്ഞ ഈ ഓഡിയൻസിനെ ആയിട്ട് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പരിചയമൊക്കെ. അപ്പം ഞാൻ ആലപ്പുഴയിലുള്ള സമയത്താണ് എൻ്റെ ഈ ശ്രമം തുടങ്ങുന്നത്. അപ്പോൾ ഒരിക്കൽ ഈ പാട്ട് കമ്പോസ് ചെയ്ത് വീട്ടിൽ വരികയും ഒരിക്കൽ രാധാകൃഷ്ണൻ ചേട്ടന് MG രാധാകൃഷ്ണൻ ചേട്ടന് തിരുവനന്തപുരത്ത് വന്ന് നമ്മുടെ പഴയ അന്നത്തെ അടുത്തിടെ മരിച്ച IG അലക്സാണ്ടർ അങ്കിളുണ്ട്, അവരുമായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരിക്കൽ വരികയും അച്ഛൻ്റെ അടുത്തുനിന്ന് പാട്ട് മേടിക്കാനാണ് ആകാശവാണിയിൽ പിന്നെ ലളിതഗാനത്തിന് വേണ്ടി അച്ഛൻ്റെ അടുത്തുനിന്ന് പാട്ട് മേടിക്കാൻ ഇടയ്ക്ക് ഒരിക്കൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ അടുത്തിടയ്ക്ക് മൂകാംബികയിൽ പോയിരുന്നു, അപ്പോൾ ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു, ഒന്ന് പാടിക്കേ. അപ്പോൾ എന്നെക്കൊണ്ട് പാടിച്ചു. ഈ മലയാള ഗാനമാണല്ലോ, ക്ലാസിക്കൽ ഒരു ഗാനമാണ്. അപ്പോൾ കേട്ടപ്പോൾ പറഞ്ഞു, ഇത് കൊള്ളാലോടാ, ഞാൻ ഇത് ആകാശവാണിയിൽ അന്നൊക്കെ ഈ ഗാന കൈരളി എന്ന് പറഞ്ഞിട്ട് മലയാള കൃതികൾ മാത്രമുള്ള ഒരു ഇതുണ്ട്, അരമണിക്കൂർ വെച്ച് എല്ലാ മാസവും ഉണ്ട്, ഞാൻ അതിലിത് പാടും എന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചുകൊണ്ട് പോയി രാധാകൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ അത് എനിക്കത് വല്ലാത്തൊരു ഇതായി. കാരണം എനിക്ക് നമ്മൾ ചെയ്യാനിടയായ ഒരു സംഭവം രാധാകൃഷ്ണൻ അതിന് അച്ഛന് മുഖേന അത് കൊടുക്കുകയും അത് പിന്നീട് അത് ആകാശവാണിയിൽ പാടുകയും അതൊക്കെ പിന്നീട് ഞാൻ കേൾക്കുകയും ഇടയായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആലപ്പുഴ കാലഘട്ടത്തെ നമ്മളെ ഏറ്റവും അധികം നിറം പിടിപ്പിച്ച ചില ഓർമ്മകളാണ്. അതിനോടൊപ്പമാണ് നെടുമുടി വേണുചേട്ടൻ്റെയും ഫാസിലിൻ്റെയും ഒക്കെ വരവ്. ഒരു പ്രാവശ്യം NN പിള്ള നമ്മുടെ ആലപ്പുഴ ടൗണിൽ നാടകത്തിനായി അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് വന്നു. അപ്പോൾ വന്നപ്പോൾ അച്ഛൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം വന്നു, NN പിള്ള സാറ് വന്നപ്പോൾ ഇരുന്നിട്ട് അപ്പോൾ ഇവരൊക്കെ ഉണ്ട്, പാച്ചിക്കയും വേണുചേട്ടനും കുറേ സംഘങ്ങൾ കുറേ ഉണ്ട്, നാടകത്തിലെ പെട്ട അന്നത്തെ ആൾക്കാരെല്ലാം ഉണ്ട്. ഇരുന്നിട്ട് ഇപ്പോൾ വെറുതെ എന്താ പറയണ്ട, അദ്ദേഹത്തോട് പറയാതെ തന്നെ ഇപ്പോൾ ഒരു സാധനം അദ്ദേഹം കാണിക്കും, സർപ്രൈസായിട്ട് കാണിച്ചു.